യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണം ഉക്രൈനെതിരെ നടന്നതിനു പിന്നാലെ റഷ്യക്കെതിരെ പുതിയ ഘട്ട ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞയെടുത്തു. ഈ ആക്രമണം ഉക്രൈന്റെ മന്ത്രിസഭാ കെട്ടിടത്തിന് തീയിടുകയും രാജ്യത്തുടനീളം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യക്കെതിരായ ഉപരോധങ്ങളുടെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ തയ്യാറാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രസിഡന്റ് ട്രംപ് അതേന്ന് സ്ഥിരീകരിച്ചു. ആ ദിവസം ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന US ഓപ്പണിനായി പുറപ്പെടുന്നതിന് മുൻപ് വൈറ്റ് ഹൗസ് പുൽത്തകിടിയിൽ നിന്നാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. എന്നിരുന്നാലും ഈ രണ്ടാം ഘട്ടം എന്ത് പ്രത്യേക നടപടികൾ ഉൾക്കൊള്ളുമെന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. കഴിഞ്ഞ മാസം അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉച്ചകോടിക്ക് മുൻപ് പ്രസിഡന്റ് ട്രംപ് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് പുതിയ ഉപരോധങ്ങളും തീരുവകളും ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം കാരണം ഏർപ്പെടുത്തിയ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ റഷ്യ ആശ്രയിച്ചിരുന്ന നിർണായക വരുമാന സ്രോതസ്സിനെ തകർക്കുക എന്നതാണ് അത്തരമൊരു നീക്കത്തിന്റെ ലക്ഷ്യം. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വഴിയെക്കുറിച്ച് കഴിഞ്ഞ മാസത്തെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് പ്രസിഡന്റ് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും തുടർന്നുള്ള കാലയളവിൽ ആക്രമണങ്ങൾ തുടർച്ചയായി വർദ്ധിച്ചു. ഞായറാഴ്ചത്തെ കടുത്ത ബോംബാക്രമണത്തിൽ കലാശിച്ചു. 3.5 വർഷത്തെ യുദ്ധത്തിൽ റഷ്യ ഉക്രൈനെതിരെ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണമാണിത്. തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു കേന്ദ്ര സർക്കാർ കെട്ടിടത്തിന് നേരെയാണ് ഇതാദ്യമായി ആക്രമണം നടത്തിയത്. ഉക്രൈന്റെ വ്യോമസേനയുടെ കണക്കനുസരിച്ച് റഷ്യ 13 മിസൈലുകൾ തൊടുത്തുവിടുകയും 800-ലധികം ആക്രമണ ഡ്രോണുകൾ വിക്ഷേപിക്കുകയും ചെയ്തു. ഒറ്റ രാത്രിയിലെ റെക്കോർഡ് എണ്ണം. ഉക്രൈനിയൻ വ്യോമ പ്രതിരോധം 4 മിസൈലുകളും ഏകദേശം 500 ഡ്രോണുകളും തടഞ്ഞു. ഉക്രൈനിലുടനീളമുള്ള നഗരങ്ങളെയും പട്ടണങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു വ്യാപകമായ ആക്രമണം. തലസ്ഥാനത്ത് കീവിലെ സ്വയറ്റോഷിൻസ്കിൽ ജില്ലയിലെ 9 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു യുവതിയും അവരുടെ 2 മാസം പ്രായമുള്ള കുഞ്ഞും കൊല്ലപ്പെട്ടു. തലസ്ഥാനത്തെ ഏറ്റവും സംരക്ഷിത മേഖലയിലൊന്നായ ഉക്രൈന്റെ മന്ത്രിസഭയെയും ആക്രമണം നേരിട്ട് ബാധിച്ചു. ഉക്രൈൻ പ്രധാനമന്ത്രി യൂലിയ സ്വെരിഡെൻകോ പങ്കിട്ട ഫോട്ടോകളിൽ പ്രസിഡൻഷ്യൽ ഓഫീസുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വലിയ അർദ്ധചന്ദ്രാകൃതിയിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്കും മുകളിലെ 2 നിലകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കെട്ടിടം തകർന്നതായി പ്രധാനമന്ത്രി സ്വെരിഡെൻകോ സ്ഥിരീകരിച്ചു. ശത്രു ആക്രമണം മൂലമാണ് നാശനഷ്ടമുണ്ടായതെന്നും തീപിടുത്തമുണ്ടായതെന്നും പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടു. യഥാർത്ഥ നയതന്ത്രം വളരെ മുമ്പ് തന്നെ ആരംഭിക്കാമായിരുന്ന ഇത്തരം കൊലപാതകങ്ങൾ ഇപ്പോൾ മനഃപൂർവ്വമായ കുറ്റകൃത്യം, യുദ്ധം നീട്ടിക്കൊണ്ടുപോകലുമാണ് എന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ അക്രമത്തോട് പ്രതികരിച്ചു. സംസാരിക്കാൻ വിസമ്മതിച്ചാൽ ഉപരോധങ്ങൾ ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു വിപരീതമായി യുക്രൈനിലെ സൈനിക വ്യാവസായിക സമുച്ചയത്തിലും ഗതാഗതാടിസ്ഥാന സൗകര്യങ്ങളിലും ആക്രമണം നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആക്രമണങ്ങൾ ആയുധങ്ങൾക്കും സൈനികോപകരണ ഗോഡൌണുകൾക്കും കേടുപാടുകൾ വരുത്തിയെന്നും അവകാശപ്പെട്ടു. ഉക്രൈനെതിരായ റഷ്യയുടെ പ്രചാരണത്തിൽ ഈ ആക്രമണം ഒരു പുതിയ വഴിത്തിരിവാണ്. കനത്ത പ്രതിരോധം നിലനിൽക്കുന്ന പ്രദേശത്ത് മുൻപ് തൊട്ടുകൂടാത്ത ഒരു ലക്ഷ്യമായിരുന്നു ഒരു കേന്ദ്ര സർക്കാർ കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണം. വളരെ പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. കൂടാതെ സമാധാനത്തിന് തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സമീപകാല പ്രസംഗം വെറും ഭാവന മാത്രമാണെന്ന് വ്യക്തമായ പ്രകടനവുമാണ് ഇത്. തീവ്രത കുറയ്ക്കുന്നതിനു പകരം റഷ്യ ആക്രമണങ്ങൾ ശക്തമാക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.